ലോകത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രവും അതിസമ്പന്നരുടെ താവളവുമായ ദുബായ് ഇന്നൊരു വലിയ പ്രതിസന്ധിയുടെ നിഴലിലാണ്. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളും ആഡംബര ജീവിതവും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഈ മണൽ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. വെസ്റ്റ് ഏഷ്യയിൽ കത്തിപ്പടരുന്ന സംഘർഷങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളും ഈ സ്വർണ്ണ നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പിടിച്ചുലയ്ക്കുകയാണ്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകരുകയും പ്രവാസികൾ കൂട്ടമായി നഗരം വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദുബായിൽ കണ്ടുവരുന്നത്. വർഷങ്ങളായി തടസ്സമില്ലാതെ കുതിച്ചുയർന്നുകൊണ്ടിരുന്ന ദുബായിലെ വീട് വിലയിൽ ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു ഇടിവുണ്ടാകുന്നത്. പ്രമുഖ വാല്യുവേഷൻ സ്ഥാപനമായ വാല്യൂ സ്ട്രാറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാർച്ചിൽ മാത്രം വീട് വില സൂചികയിൽ 5.9% കുറവാണ് ദുബായിലുണ്ടായത്. ഇത് കേവലം ഒരു ചെറിയ മാറ്റമല്ല, മറിച്ച് വിപണിയിലെ മന്ദഗതിയുടെ വ്യക്തമായ സൂചന കൂടിയാണ്. റെസിഡൻഷ്യൽ സെയിൽസിലുണ്ടായ 20% വരുന്ന ഇടിവ് സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഏകദേശം 37.2 ബില്യൺ ദിർഹത്തിന്റെ കുറവാണ് വിപണിയിൽ ഈ അടുത്ത കാലത്തുണ്ടായത്. വിദേശ നിക്ഷേപകരും അതിസമ്പന്നരായ പ്രവാസികളും ദുബായിയെ തങ്ങളുടെ സുരക്ഷിത താവളമായി കണ്ടിരുന്ന കാലം അവസാനിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ വെസ്റ്റ് ഏഷ്യയിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. US ഇറാൻ പോരാട്ടം രൂക്ഷമായതോടെ മേഖലയിലാകെ അനിശ്ചിതത്വം പടരുകയാണ്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ദുബായിലെ അതിപ്രശസ്തമായ പല കെട്ടിടങ്ങളെയും നേരിട്ടല്ലെങ്കിലും ഭീതിയുടെ നിഴലിലാക്കി. ബുർജ് അൽ അറബ്, ഫെയർമോൺ ദ പാം, 23 മറീന ടവർ തുടങ്ങിയ ആഡംബര കേന്ദ്രങ്ങൾ വരെ ഈ സുരക്ഷാ ഭീഷണിയുടെ നിഴലിലായി. യുദ്ധഭീതി പടർന്നതോടെ നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങി. വെറും 8 ദിവസത്തിനുള്ളിൽ മാത്രം 40,000-ത്തിലധികം പ്രവാസികളാണ് ദുബായ് വിട്ടുപോയത്. 4.4 ദശലക്ഷം വരുന്ന ദുബായിലെ ജനസംഖ്യയിൽ ഇത്രയും വലിയൊരു കുറവുണ്ടാകുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. ആവശ്യക്കാർ കുറഞ്ഞതോടെ വീടുകളുടെ വാടകയും വിലയും താഴേക്ക് പതിക്കാൻ തുടങ്ങി. ദുബായ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ടൂറിസം, ഏവിയേഷൻ മേഖലകളും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രതിവർഷം $30 ബില്യൺ വരുമാനം നൽകുന്ന ടൂറിസം മേഖലയിൽ 60% ഇടിവാണ് ഹോട്ടൽ ബുക്കിംഗുകളിൽ രേഖപ്പെടുത്തിയത്. യുദ്ധം കാരണം ദുബായിലെ ആകാശപാതകൾ പലപ്പോഴും അടച്ചിടേണ്ടി വന്നത് വിമാന സർവീസുകളെയും വല്ലാതെ ബാധിച്ചു. മാർച്ചിലെ കണക്കനുസരിച്ച് ഏകദേശം 80% വിമാന സർവീസുകളാണ് പ്രതിദിനം റദ്ദാക്കപ്പെട്ടത്. ലോകത്തിന്റെ ട്രാൻസിറ്റ് ഹബ്ബ് എന്നറിയപ്പെടുന്ന ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് എമിറേറ്റ്സ് പോലുള്ള വൻകിട വിമാന കമ്പനികൾക്ക് ഇന്ധനച്ചെലവ് വർദ്ധിപ്പിക്കാനും യാത്രാസമയം കൂട്ടാനും കാരണമായി. ലോകത്തിലെ സ്വർണ്ണ വ്യാപാരത്തിന്റെ 20% നിയന്ത്രിക്കുന്നത് ദുബായ് വഴിയാണ്. എന്നാൽ വ്യോമപാതയിലെ തടസ്സങ്ങൾ ഈ മേഖലയെയും സാരമായി ബാധിച്ചു. ഇതിലുപരിയായി ദുബായ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭക്ഷ്യസുരക്ഷയാണ്. തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് UAE. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതോടെ വിതരണ ശൃംഖല പൂർണ്ണമായും തകരുകയും അത് രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതും വില വർദ്ധിച്ചതും സാധാരണക്കാരായ പ്രവാസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തി. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ദുബായ് വിപണി അത്ര പെട്ടെന്നൊന്നും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരില്ല. വിപണി പെട്ടെന്ന് പഴയ നിലയിലാകുമെന്ന് കരുതുന്നില്ല. വിലയിൽ ഇനിയും കുറവുണ്ടാകാനാണ് സാധ്യത എന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു കടമ്പ കൂടിയാണ് ദുബായിക്ക്. യുദ്ധം അവസാനിക്കാതെയും സുരക്ഷാ ഭീഷണി ഒഴിയാതെയും ദുബായിലേക്ക് വീണ്ടും പണമൊഴുക്കാൻ ആരും തയ്യാറായെന്നു വരില്ല. വർഷങ്ങളായി കെട്ടിപ്പടുത്ത സാമ്പത്തിക സാമ്രാജ്യം ഒരു യുദ്ധത്തിന്റെ പേരിൽ തകർന്നു വീഴുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ നിലവിൽ അധികൃതർക്ക് കഴിയുന്നുള്ളൂ. ആഡംബരത്തിന്റെയും വികസനത്തിന്റെയും പര്യായമായ ദുബായ് ഇപ്പോൾ അതിജീവനത്തിനായുള്ള കഠിനമായ പോരാട്ടത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ തകർച്ച കേവലം ഒരു സാമ്പത്തിക വാർത്ത മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. യുദ്ധമൊഴിയാത്ത പശ്ചിമേഷ്യയിൽ ദുബായ് എങ്ങനെ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് ലോകം. നിക്ഷേപകർ അകലുകയും താമസക്കാർ ഒഴിയുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വരും മാസങ്ങൾ ദുബായ് എന്ന മഹാനഗരത്തെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷയുടേതായിരിക്കുമെന്നതിൽ തർക്കമില്ല.